അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ജാമ്യം അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ സമുന്നതനായ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇലക്ഷൻ ക്യാമ്പയിനുകളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കാനുള്ള അവകാശം കെജ്രിവാളിനുണ്ടെന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു എന്നാണ്. സുപ്രീം കോടതി ഏറ്റവും മോശം കീഴ്വഴക്കമാണ് ഒരു അഴിമതി കേസിൽ ഒരുപക്ഷെ ഈ ജാമ്യം അനുവദിക്കുന്നതിലൂടെ നടപ്പിലാക്കിയെടുത്തിട്ടുള്ളത് എന്ന് വേണ്ടി പറയാൻ പറ്റും. കാരണം ഇനി വരുന്ന കേസുകളിലെല്ലാം തന്നെയും ഇത്തരത്തിൽ എലക്ഷൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ ഒരു എലക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടണം, ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കണം, മത്സരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് അഴിമതി കേസാവട്ടെ മറ്റെന്തെങ്കിലും കുറ്റകൃത്യമാവട്ടെ ജാമ്യം കിട്ടാതെ അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ ജാമ്യം കൊടുക്കാത്ത വ്യക്തികൾ ഏത് നിമിഷം വേണമെങ്കിലും സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാം. എന്തിനധികം പറയുന്നു, ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തമ്മിലുള്ള ഈ കേസ് തന്നെ ഒരു റഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജാമ്യാപേക്ഷകൾ കോടതിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാളിന്റെ തന്നെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയും ഈ പറയുന്ന എക്സൈസ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മനീഷ് സിസോദിയന് ഒരു വർഷമായിട്ട് ജയിലിലാണ് കിടക്കുന്നത്. അയാൾക്ക് തന്നെ ഇതേ കേസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയ അതേ കണ്ടീഷന്റെ പുറത്ത് ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷനുമായിട്ട് പോകാനുള്ള അവസരമാണ്, അല്ലെങ്കിൽ ഈ ഒരു കീഴ്വഴക്കം അതാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ വ്യവസ്ഥയിൽ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പാടില്ല, അതിൽ ഒപ്പീനിയൻ നടത്താൻ പാടില്ല, സാക്ഷികളെ കാണാനോ അവരെ സ്വാധീനിക്കാനോ പാടില്ല എന്നുള്ള തരത്തിൽ. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ചെല്ലാനായിട്ട് പാടില്ല, അത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അബ്സല്യൂട്ട്ലി ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് എന്ന നിലയ്ക്കായിരിക്കാം. ഈവൻ ക്യാമ്പയിനിങ്ങിന്റെ ഏതെങ്കിലും ഒരു റാലികളിൽ പോയിട്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ നരേന്ദ്രമോദിയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഒരു കള്ളക്കേസിൽ പെടുത്തി എന്നെ അകത്താക്കി എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പോലും കെജ്രിവാളിന് സാധിക്കില്ല. അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഉപാധികളുടെ ലംഘനമായിട്ട് മാറും. വീണ്ടും ഒരുപക്ഷെ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവാം. എന്തായാലും ജൂൺ 1 തീയതി വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 1 തീയതിക്ക് ശേഷം വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ കെജ്രിവാൾ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യനയ കേസുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയി. അതുപോലെ തന്നെ കെജ്രിവാൾ, മനീഷ് സിസോദിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി മൊത്തത്തിലായിട്ട് ഒരു കുറ്റവാളി എന്ന തരത്തിൽ ഒരു ചാർജ് ഷീറ്റിൽ വരാൻ പോകുന്ന ഒരു കേസ് കൂടെയാണ് ഡൽഹി മദ്യനയ കേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൽ നിന്നെല്ലാം തന്നെ ഈ മനസ്സിലാകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് BJPയോ അതല്ലെങ്കിൽ BJP ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ സ്വതന്ത്രമായോ അല്ലാതെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഒന്നും തന്നെ ഡൽഹി മദ്യനയ കേസിനെ വെറും ഒരു എലക്ഷൻ സ്റ്റണ്ടായിട്ട് കണ്ടിട്ടില്ല. അതല്ലെങ്കിൽ കെജ്രിവാളിനെ പോലെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള നേതാവിനെ ക്യാമ്പയിനിങ്ങിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു ഉദ്ദേശമൊന്നും ഈ പറയുന്ന കേസിലൂടെയില്ല. മറിച്ച് ഈ പറയുന്ന തുകയ്ക്കുള്ള അല്ലെങ്കിൽ നൂറുകണക്കിന് കോടി രൂപയ്ക്കുള്ള അഴിമതി നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ അഴിമതി പണം കൊണ്ടൊരു സംസ്ഥാനത്തെ എലക്ഷൻ റൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ അകത്താക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടും അതിൻ്റെ എല്ലാ വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ ഈ പറയുന്ന സംഗതിയെ സമീപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ജൂൺ 4 തീയതി എലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം കെജ്രിവാളിന് പുറത്തു പോകാമെന്നോ അല്ലെങ്കിൽ മദ്യനയ കേസ് അതോടുകൂടെ ഇല്ലാതാവുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കെജ്രിവാളിൻ്റെയും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെയും അടിവേരിളക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ. കാരണം അഴിമതി പണം കൊണ്ടാണ്, അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി വന്നിട്ട് അഴിമതി പണം കൊണ്ട് തന്നെ തഴച്ചു വളരുന്ന ഒരു രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി മാറുക. അതിന് പുറമേ തന്നെ മറ്റു പല കേസുകളാണ് ആം ആദ്മി പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റ് പല ആരോപണങ്ങൾ, അതിലൊന്ന് തന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള സംഘടനകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു, അത് 100 കോടിക്ക് മുകളിൽ തുക ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള കേസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഈ പറയുന്ന അന്വേഷണം നടത്തുന്നത്. അതായത് ഏതൊക്കെ കുരുക്ക് അഴിക്കാൻ നോക്കിയാലും കെജ്രിവാളിൻ്റെ കഴുത്തിലുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പോൾ CBIയുടെ അടുത്ത കേസ് വരുന്നുണ്ട്. അതിന് പുറമെയാണ് NIAയുടെ കേസ് അല്ലെങ്കിൽ NIAയോട് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഈ ഫണ്ട് സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്, അനധികൃതമായിട്ട് ഫണ്ട് സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിൽ ഈ പറയുന്ന വിദേശ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ളത്. അതൊരു സാധാരണ അഴിമതി ആരോപണം പോലെയല്ല, മറിച്ച് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതല്ലെങ്കിൽ പരമാധികാരത്തിനെതിരെയുമുള്ള വെല്ലുവിളിയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്.
സോ ഈ ഒരു പൂട്ടഴിക്കുക അരവിന്ദ് കെജ്രിവാളിനോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കോ അത്ര സുഖമായിട്ടുള്ള കാര്യമായിരിക്കില്ല. ഒരു അഴിമതി കേസിൽ ഒരു ഇടക്കാല ജാമ്യം കിട്ടി എന്നുള്ളത് കേവലം ഒരു ആശ്വാസം മാത്രമാണ്. അതും ഏകദേശം ജൂൺ 1 എന്ന് പറയുന്നത് തീരാൻ വേണ്ടിയിട്ട് ഇനി 20 ദിവസത്തിനടുത്ത് മാത്രമേ ഉള്ളൂ. സോ ജാമ്യം കിട്ടി എന്നുള്ളതൊരു വലിയ നേട്ടമായിട്ടൊന്നും ആർക്കും തന്നെ പറയാനില്ല. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന് തീരെയും അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. താൻ നിരപരാധി ആയതുകൊണ്ട് കോടതി ജാമ്യം നൽകിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ജാമ്യം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജഡ്ജ്മെന്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേസിന്റെ മെറിറ്റിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല എന്നുള്ളത്. പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന ഇലക്ഷൻ ക്യാമ്പയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടരുത് എന്നതിന്റെ പുറത്ത് കൊടുക്കുന്ന ജാമ്യം എന്നുള്ളതാണ്. പിന്നെ ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആം ആദ്മി പാർട്ടി ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയാണ്. അരവിന്ദ് കെജ്രിവാൾ അതിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ്. അയാൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് ഭരണപക്ഷത്തിനെതിരെ പോരാടുന്ന ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഊർജ്ജം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിലൊന്നും തന്നെ സംശയമില്ല. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. കാര്യങ്ങൾ എന്തായാലും അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കും. പക്ഷെ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ജുഡീഷ്യറി ഇത്തരത്തിൽ കയ്യടിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഗ്യാലറിക്ക് വേണ്ടിയിട്ടോ കളിക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2014 നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം കൊണ്ടുവന്ന ബില്ലുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ജുഡീഷ്യൽ ഓഫീസർമാരെ ഏത് തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലാണ് കൊണ്ടുവന്നത്. ആ ബില്ലന്ന് പിന്നീട് പാർലമെൻറ്റ് പാസ്സാക്കുകയും പിന്നീട് അത് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. BJP ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 3/2 ഭൂരിപക്ഷം കൊടുക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ 400 സീറ്റ് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് BJP ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു നമ്പറിലേക്ക് BJPയോ അല്ലെങ്കിൽ NDAയോ എത്തുന്ന ഒരു സാഹചര്യവും ഇന്ത്യ ഭരിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം BJP പൊടി തട്ടിയെടുക്കാൻ പോകുന്ന ബില്ല് എന്ന് പറയുന്നത് ഇതേ ബില്ല് തന്നെയായിരിക്കും. കൊളീജിയം സിസ്റ്റത്തെ മൊത്തത്തിൽ ഉടച്ചു വാർക്കും. ഇന്ത്യയിലെ ജഡ്ജിമാരെ എങ്ങനെ നിയമിക്കണം എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എന്തായാലും BJPയും അല്ലെങ്കിൽ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെൻറ് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJP കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നയപരമായിട്ടുള്ള അല്ലെങ്കിൽ റിഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബില്ലുകളും തട്ടിത്തടഞ്ഞു വീണിട്ടുള്ളത് സുപ്രീം കോടതിയിലാണ്. അത്തരത്തിൽ ഒരു എക്കോ സിസ്റ്റത്തിൽ തട്ടിത്തടഞ്ഞു വീഴാൻ വേണ്ടിയിട്ടല്ല BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ നയങ്ങൾ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സോ അത്തരത്തിൽ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ജുഡീഷ്യറിയിൽ തട്ടി തങ്ങളുടെ നയങ്ങൾ വീണു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടും കൂടെയായിട്ടായിരിക്കണം ഒരുപക്ഷെ 400 സീറ്റ് എന്നുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയും BJPയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിന് തന്നെയും ഈ പറയുന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ലോക്സഭയിൽ ബില്ലുകൾ പാസ്സാക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അവരത് ചെയ്യാത്തത് നേരിട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലൊരു യുദ്ധത്തിലാണ് എന്ന് വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നിശബ്ദമായിരുന്നത് രണ്ടാം മോദി സർക്കാർ. മൂന്നാം മോദി സർക്കാരിൽ നിന്ന് അത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. നരേന്ദ്രമോദി അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഓരോ ഇലക്ഷൻ റാലികളിലും ഓരോ അഭിമുഖങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടത് എന്ന് പറയുന്ന ഒരു ട്രെയിലർ മാത്രമാണെന്നും പടം ഇനിയാണ് വരാൻ പോകുന്നത് എന്ന് കൃത്യമായ സൂചന നരേന്ദ്രമോദി ഓരോ നിമിഷത്തിലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കളി ഗ്യാലറിയിൽ ഇരുന്ന് തന്നെ കാണാം. കൈയടിക്കണോ കൂവണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം.